വിശദമായ വാർത്തയിലേക്ക്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ മൊബൈൽ ഫോൺ റേഞ്ചും ഇന്റർനെറ്റ് സൗകര്യവും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു ഗ്രാമം. കഞ്ഞിക്കുഴി വെൺമണിക്ക് സമീപമുള്ള തെക്കൻ തോണിയിലാണ് 60ഓളം കുടുംബങ്ങൾ മൊബൈൽ റേഞ്ചില്ലാതെ പ്രതിസന്ധി നേരിടുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഭാഗമായ വെൺമണിക്കടുത്തുള്ള തെക്കൻ തോണി പിന്നോക്ക മേഖലയാണ്. ഇവിടമാണ് മൊബൈൽ പരിധിക്ക് പുറത്തായിരിക്കുന്നത്. 60ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ പ്രദേശത്ത് മൊബൈൽ ഫോണിന് റേഞ്ചില്ല. പ്രധാന ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരെയുള്ള ഇവിടെ ജനങ്ങൾക്ക് പുറം ലോകത്തെ വിവരങ്ങൾ അറിയുവാനും കുട്ടികളുടെ പഠനത്തിനുമൊന്നും മറ്റ് മാർഗങ്ങളില്ലെന്നാണ് പരാതി. വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ആദിവാസികളും ജനറൽ വിഭാഗങ്ങൾ കൂടി 60ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടുന്ന് പ്രധാനമായിട്ട് ബന്ധപ്പെടാൻ 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതോടൊപ്പം ഈ മൊബൈൽ ടവർ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്ക്, രോഗികൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് കൊണ്ടുപോകണമെങ്കിൽ പുറലോട്ട് ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ല. പിന്നോക്ക ജനത കൂടുതലുള്ള തെക്കൻ തോണി പ്രദേശത്ത് മൊബൈൽ റേഞ്ച് ലഭ്യമാക്കുന്നതിനായി ടവർ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ BSNL അടക്കം അപേക്ഷ നൽകി. മൊബൈൽ സംവിധാനം ഒരുക്കുമെന്ന് MP, MLA മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വാഗ്ദാനം നൽകി. ഒന്നും നടപ്പായില്ല. വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തുള്ളവർക്ക് അസുഖം ബാധിക്കുകയോ അപകടമുണ്ടാവുകയോ ചെയ്താൽ നാട്ടുകാർക്ക് പരസ്പരം ബന്ധപ്പെടാനും മാർഗങ്ങളില്ല. ഇന്റർനെറ്റ് ഇല്ലാത്തതിനാൽ കുട്ടികളുടെ പഠനത്തിലും സർക്കാർ അറിയിപ്പുകൾ ഉൾപ്പെടെ നാട്ടിലെ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഇവ കണക്കിലെടുത്ത് തെക്കൻതോണി പ്രദേശത്ത് മൊബൈൽ ടവർ സ്ഥാപിക്കുവാൻ നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കഞ്ഞിക്കുഴി. ഇടുക്കി മുതിരപ്പുഴയാറിൽ വിനോദസഞ്ചാരി മുങ്ങി മരിച്ചു. എല്ലക്കല്ലിന് സമീപമാണ് അപകടം ഉണ്ടായത്. തിരുപ്പൂർ സ്വദേശി അബ്ദുള്ളാണ് മരിച്ചത്. ചെന്നൈയിൽ നിന്ന് 11-അംഗ സംഘമാണ് മൂന്നാർ സന്ദർശിക്കാനെത്തിയത്. വെള്ളത്തിൽ വീണ ഉടനെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം ചങ്ങരംകുളത്ത് കെട്ടിടത്തിന് തീപിടിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ തൃശൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സിറ്റി മാളിന് മുകളിലെ നിലയിലാണ് തീപിടിച്ചത്. 3ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ബ്യൂട്ടി പാർലർ പൂർണ്ണമായും കത്തിനശിച്ചു. ബാങ്ക് ശാഖയടക്കം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്ത സമയത്ത് നിരവധി ആളുകളുണ്ടായിരുന്നു. തൃശൂർ കുട്ടനല്ലൂരിൽ കാർ ഷോറൂമിൽ വൻ തീപിടുത്തം. 3 ആഡംബര വാഹനങ്ങൾ കത്തിനശിച്ചു. 3 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. കാർ ഷോറൂമിലും സർവീസ് സെന്ററിലും ഉണ്ടായിരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നീക്കി. 2-നില കെട്ടിടം പൂർണ്ണമായും കത്തിയമർന്നു. തൃശൂർ ജില്ലയിലെ 8 ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് തീയണച്ചത്. ഷോറൂമിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നില്ലെന്ന് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ അരുൺ ഭാസ്കർ പറഞ്ഞു. വണ്ടിയുടെ എത്ര പോവാ? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി തലസ്ഥാനം. ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ വിപണികളും സജീവമായി. തിരുവനന്തപുരത്ത് നിന്ന് ഐശ്വര്യ അനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ക്ഷേത്ര സന്നിധിയിൽ വൻ ഭക്തജന തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്നൊരു അവധി ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഭക്തജനങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. രാവിലെ എത്തുന്നവർ പലരും വൈകുന്നേരം നട തുറക്കുമ്പോൾ തൊഴുതു ശേഷമാണ് മടങ്ങുന്നത്. ഒപ്പം തന്നെ ഈ കുത്തിയോട്ടം അടക്കമുള്ള വ്രതം നടക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടും വലിയൊരു തിരക്ക് ക്ഷേത്രത്തിൽ കാണാനാകുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട, അതായത് പൊങ്കാലയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ട്രസ്റ്റ് ഭാരവാഹികളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തു നിന്ന്, അഗ്നിശമന സേനയുടെ ഭാഗത്തു നിന്ന്, നഗരസഭയുടെ ഭാഗത്തു നിന്ന് വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൺട്രോൾ റൂമുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യമുണ്ടെങ്കിൽ കൺട്രോൾ റൂമുകളെ സമീപിക്കാം. ഒപ്പം തന്നെ എന്താവശ്യത്തിനും ഓടിയെത്തുന്ന രീതിയിൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഗതാഗതം ക്രമീകരിക്കാൻ പോലീസുണ്ട്. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങൾ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുമെന്ന വ്യക്തമായ സൂചനയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൃത്യമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗതാഗതം ക്രമീകരിക്കാനും നിയന്ത്രിക്കാനും വേണ്ടി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ KSRTCയുടെ ഭാഗത്തു നിന്നും പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്ര നടവരെ എത്തുന്ന പ്രത്യേക സർവീസുകൾ KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ കലാപരിപാടികൾ, അതായത് രാവിലെ മുതൽ തന്നെ ഭജനയും ഒപ്പം
പല വേദികളിലായി നിരവധി കലാപരിപാടികളാണ് ഇവിടെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സമയം പോലും ഇവിടെ ഒഴിവില്ല. അതായത് തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ ലഹരിയിലായിരിക്കുന്നു എന്നത് തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത്. വലിയൊരു ഭക്തജന തിരക്ക്, ഒപ്പം തന്നെ ഈ കുത്തിയോട്ടം വ്രതം അനുഷ്ഠിക്കുന്ന കുരുന്നുകളെ കാണാനെത്തുന്ന മാതാപിതാക്കളും കുടുംബാംഗങ്ങളും, അങ്ങനെ വലിയൊരു തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പൊങ്കാലയോടനുബന്ധിച്ച്, അതായത് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രസ്റ്റ് ഭാരവാഹികളും വ്യക്തമാക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ വിളക്കുകെട്ട് സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ ഈ വിളക്കുകെട്ടിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പിന്നാമ്പുറ കാഴ്ചയാണ്. ആ കാഴ്ചയിലേക്ക്. സാധാരണ പുരുഷന്മാരാണ് വിളക്കുകെട്ടുകൾ നിർമ്മിക്കുന്നതും അത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിക്കുന്നതും. എന്നാൽ ഇവിടെ വിളക്കുകെട്ട് നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ധന്യയും രമ്യയുമാണ്. ഫസ്റ്റ് ഡേ, അതായത് ഞങ്ങളുടെ അവിടെ നിൽക്കുന്ന കുറച്ച് പേര് ഇല്ലായിരുന്നു. ഫസ്റ്റ് ഡേ ഇല്ലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ കൊച്ചിലെ മുതലേ ഞങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആൺകുട്ടികളാണ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ 2 പേര് പെൺകുട്ടികളായതുകൊണ്ട് അച്ഛനോട് ഇതുവരെ ഞങ്ങൾക്ക് നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഇതുപോലെ ഇത്ര ഫിനിഷിംഗ് ആയിട്ടോ ഒന്നും ചെയ്യുന്ന കണ്ടില്ല. അപ്പം എനിക്കിപ്പോൾ 30 years ആയിട്ടുണ്ട്. ഇത്രയും വർഷം ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ ഇത് കണ്ടു വളർന്നതാണ്. ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ഇത് ഭയങ്കരമായിട്ട് മോശമായതുപോലെ ഫീൽ ചെയ്തു. അപ്പം അച്ഛൻ ഒറ്റയ്ക്ക്, ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഭയങ്കര സങ്കടമായിരുന്നു അന്ന്, ഭയങ്കര ഫീൽ ചെയ്തു അച്ഛന്. അത് ഭയങ്കര വിഷമമായിരുന്ന ആളില്ല കൂടെ. എനിക്ക് 2 ആൺകുട്ടികളായിരുന്നെങ്കിൽ എന്റെ കൂടെ കാണുമല്ലോ എന്ന് അച്ഛനങ്ങനെ തോന്നി. അപ്പൊ ആ വിഷമം അത് കണ്ടപ്പോൾ വിചാരിച്ചു, എന്തുകൊണ്ട് പെണ്ണിന് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, കഴിയില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാച്ചാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നതാണ്. പിന്നെ കാര്യം ചെയ്യാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഒരൽപ്പം വൈകിയെങ്കിലും മക്കൾ വിളക്കുകെട്ട് നിർമ്മാണത്തിൽ ഒപ്പം കൂടിയതിന്റെ സന്തോഷത്തിലാണ് മോഹനൻ. തവണ അവർ ആദ്യം മുതൽ ഇതിന്റെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഐഡിയ ഒക്കെ ഒരു പ്രത്യേക മോഡലായിട്ടൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ പല മോഡലൊക്കെ ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ആളില്ല, സപ്പോർട്ടിന് ആളില്ല. ഉണ്ടായിരുന്നവരൊക്കെ ഒരു ഇതൊക്കെ പണി പഠിച്ചു കഴിഞ്ഞാൽ അവർ വേറെ ഗ്രൂപ്പായിട്ടങ്ങ് പോവാണ്. അങ്ങനെ ഈ പ്രാവശ്യം വേണ്ട, ഒന്നും ചെയ്യേണ്ട, മതിയാക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് കുറച്ച് ഞാൻ പാരമ്പര്യ കുടുംബത്തിലെ ഒരു ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിന് മോഹനം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെട്ട് പിന്നെ അവരതെല്ലാം ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ ആണ് വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർ കുറവായതുകൊണ്ട് ഇപ്പം എൻ്റെ ഇവിടെ നിൽക്കുന്ന എല്ലാം പുതിയ ആൾക്കാരാണ്. ഇവർ ഈ വർഷം അരങ്ങേറ്റാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് അത്ര സ്പീഡും കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ എൻ്റെ മക്കളും കൂടി അതിനെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. മക്കൾക്കൊപ്പം അടുത്ത പൊങ്കാല മഹോത്സവത്തിന് കൂടുതൽ മികവുറ്റ വിളക്കുകെട്ടുകൾ നിർമ്മിക്കാനാണ് മോഹനന്റെയും ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലത്ത് ട്രാക്കിൽ കാൽവഴുതി വീണ വയോധികനെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. കൊല്ലം ഇരവിപുരം കാവൽപുര റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് സംഭവം. പള്ളിമുക്ക് സ്വദേശി അബ്ദുൾ റഹ്മാനാണ് വയോധികനെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. ആഴ്ചയിൽ 600 ലിറ്റർ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇടുക്കി നെടുങ്കണ്ടം ആശാരിക്കണ്ടം തേൻപാറ നിവാസികളുടെ ജീവിതം. 1.5 വർഷമായി മേഖലയ്ക്കുള്ള കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലാതായിട്ട്. മുമ്പുണ്ടായിരുന്ന പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചതോടെയാണ് കുടിവെള്ളം കിട്ടാക്കനിയായത്. ആഴ്ചയിൽ 3 ദിവസം പഞ്ചായത്തിൽ നിന്നും വാഹനത്തിൽ ആശാരിക്കണ്ടം തേൻപാറയിൽ കുടിവെള്ളം എത്തിക്കും. ഒരു കുടുംബത്തിന് 200 ലിറ്റർ വെള്ളം വീതമാണ് നൽകുക. ആഴ്ചയിൽ ആകെ 600 ലിറ്റർ വെള്ളം. ചില ആഴ്ചകളിൽ ഇതും മുടങ്ങും. കൂലിവേലക്കാരായ പ്രദേശവാസികൾ വില കൊടുത്താണ് ദൈനംദിന ആവശ്യങ്ങൾക്കായി വെള്ളം എത്തിക്കുന്നത്. കുടിവെള്ളം ഇതുപോലെ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടാ തരുന്നത്. നേരത്തെ ടാങ്കി വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ ആ പാറക്കുളത്തിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ വെള്ളവും കൊള്ളുകയില്ല. വെള്ളം തേഞ്ഞിലെ വിലയ്ക്ക് മേടിക്കണം. ഒന്നാമത് ഇപ്പോൾ പണിയും വിലയൊന്നുമില്ല മനുഷ്യന്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ജലവിതരണത്തിനായി സ്ഥാപിച്ചിരുന്ന പദ്ധതിയിൽ നിന്നുമാണ് ആശാരിക്കണ്ടം തേൻപാറയിൽ കുടിവെള്ളം വിതരണം ചെയ്തിരുന്നത്. എന്നാൽ 1.5 വർഷം മുൻപ് പദ്ധതി നിലച്ചു. കുഴൽക്കിണർ സ്ഥാപിച്ച് പ്രശ്നപരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത്. പഞ്ചായത്ത് നേരിട്ട് വെള്ളം ആഴ്ചയിൽ 3 ദിവസം കൊടുത്തോണ്ടിരിക്കുകയാണ്.
പിന്നെ ഇപ്പം നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ 1.5 വർഷമായിട്ട് പൈസ അടച്ചിട്ട് ഇങ്ങനെ കുഴൽക്കിണർ കുത്തുമെന്ന് പറഞ്ഞ് നോക്കി സ്ഥാനം കണ്ട് പൈസയും അടച്ചിട്ടിരുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അടിമാലിയിൽ ജലധാരക്കാർ ഇത് പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു 3-4 ദിവസത്തിനുള്ളിൽ കുഴൽക്കിണർ അടിച്ച് ഇവിടെ എല്ലാം വെള്ളം എല്ലാവർക്കും എത്തിക്കുന്ന പരിപാടിയാണ്. മുൻപുണ്ടായിരുന്ന പദ്ധതിയുടെ വിതരണ പൈപ്പുകൾ നിലനിൽക്കുന്നതിനാൽ കുഴൽക്കിണർ സ്ഥാപിച്ചാൽ വിതരണം കാര്യക്ഷമമാക്കാമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 നെടുങ്കണ്ടം. പത്തനംതിട്ട തിരുവല്ലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 1 കോടിക്ക് മുകളിൽ വില വരുന്ന 120 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചത്. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവല്ല പായിപ്പാട് സ്വദേശി ജയനാണ് പിടിയിലായത്. ഇയാൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. മലപ്പുറം വണ്ടൂരിൽ കാട്ടാനകൾ നാട്ടിലിറങ്ങി. തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത്, വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിൽ പ്രദേശങ്ങളിലാണ് പുലർച്ചെ ആനകളെ കണ്ടത്. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾക്ക് പരിക്കേറ്റു. ഇന്നലെ ഏകദേശം രാത്രി ഒരു 3-3:30 അടുത്ത സമയത്ത് ആനകളുടെ 2 എണ്ണം ഇതിലെ വരികയും അടുത്ത വീട്ടിലെ ആൾ കാണുകയും അതിൻ്റെ ടോർച്ച് അടിച്ചവർ പെട്ടെന്ന് മതിൽ ചവിട്ടിപ്പൊളിച്ച് ഇതിലെ നേരെ പോയി. ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം കയറി ഇന്ന് രാവിലെ 7 മണിയോട് കൂടി തിരിച്ചു വീണ്ടും ഇതേ പാതയിലൂടെ തന്നെ തിരിച്ചും പോയി. തിരിച്ചു പോകുന്ന തിരിച്ചു പോകുന്നു. 2 ആന, ഒരു വലിയ ആനയും ഒരു ചെറിയ ആനയും. നിങ്ങൾ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മതിൽ ചവിട്ടിപ്പൊളിച്ചു. വേറെ എന്തെങ്കിലും നാശനഷ്ടം? വേറെ ഒന്നും ഉണ്ടായിട്ട്. കോഴിക്കോട് പുതുപ്പാടിയിൽ വയലുകൾ വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നു. ഒടുങ്ങാക്കാട് കാക്കവയൽ റോഡിലെ വയലിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഉത്തരവ് നിലനിൽക്കുമ്പോൾ വീണ്ടും മണ്ണിറക്കുന്നതായാണ് പരാതി. കനത്ത വേനലിൽ പോലും യഥേഷ്ടം വെള്ളമുള്ള വയലുകളാണ് പുതുപ്പാടിയിലേത്. എന്നാൽ അടുത്തിടെയായി ഇവിടെ നികത്തൽ തകൃതിയാണ്. ഒടുങ്ങാത്തോട് കാക്കവയൽ റോഡിൽ മാളത്തുംകുഴിയിലെ അനധികൃത നികത്തലിൽ പ്രതിഷേധമുയർന്നെങ്കിലും പ്രവൃത്തി തുടർന്ന്. ലോഡ് കണക്കിന് മണ്ണ് വയലിൽ തള്ളിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പോലും ഇത് ആവർത്തിച്ചു. വയൽ നികത്തിയതിനാൽ മഴക്കാലത്ത് പ്രദേശം വെള്ളക്കെട്ടിലാകും. പ്രദേശത്തേക്ക് വെള്ളം കയറുന്നത് പതിവാണെന്ന് പ്രദേശവാസിയായ അബ്ദുറഹ്മാൻ പറയുന്നു. ഇത് മുറ്റത്തേക്ക് വെള്ളം കയറി അത് ഇപ്പോഴായതല്ലത്. ഞാൻ 1 മാസവും 1 കൊല്ലവും 3 മാസവുമായി ഇവിടെ നിന്ന് പോയിട്ട് വേറൊരു വാടക വീട്ടിലാണ് ഓടുന്നത്. ഈ മിറ്റം മുഴുവൻ നിറഞ്ഞിട്ട് ഇങ്ങോട്ട് തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി അതായത് കാനയെ കൂടെയും ഇതും കാനപ്പൻ്റെ ഒരു ദിവസം 10-50 ആൾ കൂടി ഇങ്ങനെ വന്നിട്ട് കാന എടുത്തതാണ്. അത് പാർട്ടി വയസ്സിൽ എൻ്റെ സ്ഥലം കൊത്തിയിട്ടതാണ്. പ്രദേശത്ത് 5 കുടുംബങ്ങളാണ് വയൽ നികത്തലിനെതിരെ പരാതി നൽകിയത്. വയൽ സംരക്ഷണ സമിതിയും നിയമ നടപടിയുമായി രംഗത്തുണ്ട്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഭൂമാഫിയ സംഘങ്ങൾ ചേർന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങൾ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു നീതി കിട്ടി എന്ന് പറയാനായിട്ടില്ല. നീതി കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതുപ്പാടിയിൽ വർഷങ്ങളായി തുടരുന്ന വയൽ നികത്തലിന്റെ ദുരിതം മഴക്കാലത്തും വേനൽക്കാലത്തും അനുഭവിക്കുന്നുണ്ട്. അവശേഷിക്കുന്ന വയലുകൾ കൂടി മണ്ണിട്ട് നികത്താനാണ് നീക്കം നടക്കുന്നത്. ന്യൂസ് 18 പുതുപ്പാടി. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം തുടരും. വാർത്തകളിലേക്ക്. കോഴിക്കോട് കുറ്റ്യാടിപ്പുഴയിൽ നിർമ്മിക്കുന്ന പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ ബ്രിഡ്ജ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. നിർമ്മാണം തുടങ്ങിയിട്ട് 2.5 വർഷമായി. പുഴയിലിട്ട മണൽ മഴയ്ക്ക് മുമ്പ് നീക്കിയില്ലെങ്കിൽ തീരശോഷണത്തിനിടയാക്കുമെന്നാണ് ആശങ്ക. ചെറുവണ്ണൂർ, തിരുവള്ളൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് പെരിഞ്ചേരിക്കടവിലെ റെഗുലേറ്റർ ബ്രിഡ്ജ്. 2022 മാർച്ച് 6-നകം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പണി ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒരു ഭാഗത്തെ അപ്രോച്ച് റോഡിനായുള്ള കോൺക്രീറ്റ് സ്ട്രക്ചറും തീരത്തെ കോൺക്രീറ്റ് ഭിത്തിയും ഉൾപ്പെടെ 1 തൂൺ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. പുഴയിൽ ബണ്ട് കെട്ടിയാണ് നിർമ്മാണം. ഇവിടെ തീരമിടിയൽ രൂക്ഷമാണ്. മഴയ്ക്ക് മുൻപേ തൂണുകളുടെ നിർമ്മാണം നടന്നില്ലെങ്കിൽ തീരത്തെ പലയിടത്തും വീടുകൾ പോലും തകരും. തൂണുകൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് വെള്ളം വറ്റിച്ചതുകൊണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രളയം ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ അപകടം കുറഞ്ഞ് ഇരിക്കുകയാണ്. ഇനി പ്രളയമോ അതുപോലുള്ള വലിയ വെള്ളം വരികയാണെങ്കിൽ, മഴ പെയ്യുകയാണെങ്കിൽ ഈ പ്രദേശം തന്നെ ഒലിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ പണി തീർക്കണമെന്നാണ് ഞങ്ങളുടെ പെരിഞ്ചേരിക്കടവ് നിവാസികളുടെ ഒരു ആവശ്യം. 5 തൂണുകൾ ഇനിയും നിർമ്മിക്കാനുണ്ട്. കരാറുകാർക്ക് ഫണ്ട് അനുവദിച്ചത് കിട്ടാത്തതാണ് നിർമ്മാണം ഇഴയാൻ കാരണം. 68.36 കോടി രൂപയുടേതാണ് പദ്ധതി. പുഴയിലൂടെയുള്ള ഉപ്പുവെള്ളം കയറുന്നത് തടയാനും ജല അതോറിറ്റിയുടെ പദ്ധതികളിൽ ശുദ്ധജലം ഉറപ്പാക്കാനും കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി. പാലത്തിന് 96 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമാണ് ഉണ്ടാവുക. ന്യൂസ് 18 കുറ്റ്യാടി.
സമ്മാന പദ്ധതിയിലൂടെ 6 സെന്റ് ഭൂമി സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് കാസർഗോഡ് ചെറുവത്തൂർ കുട്ടമത്തെ ബി ബിന്ദു. കണ്ണങ്കൈ നാടകവേദിയും വനിതാ കൂട്ടായ്മയും നാടകോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയിലാണ് ബിന്ദുവിന് 6 സെന്റ് ഭൂമി സമ്മാനമായി ലഭിച്ചത്. പതിവ് സമ്മാനങ്ങൾക്കപ്പുറം പ്രയോജനകരമായതെന്ത് എന്ന ആലോചനയാണ് കണ്ണങ്കൈ നാടകവേദിയെ ഈ സത്പ്രവൃത്തിയിലെത്തിച്ചത്. സമ്മാന പദ്ധതിയിൽ വിജയികളാകുന്നവർക്ക് വീട് വയ്ക്കാൻ ഭൂമി സമ്മാനമായി നൽകാനാണ് കൂട്ടായ്മ തീരുമാനിച്ചത്. ഇതിന് അനുയോജ്യമായ 5 സെന്റ് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഒന്നാം സമ്മാനം ലഭിച്ചത് ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ ബിന്ദുവിനാണ്. 6 വർഷം മുൻപ് ബിന്ദുവിന്റെ ഭർത്താവ് മരിച്ചു. സാമ്പത്തിക ബാധ്യത ഏറെയുള്ള ബിന്ദുവിനാണ് സമ്മാനമെന്നറിഞ്ഞതോടെ 1 സെന്റ് ഭൂമി അധികമായി നൽകാൻ കൂട്ടായ്മ തീരുമാനിച്ചു. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി 6 സെന്റ് ഭൂമിയും 5 തെങ്ങിൻ തൈകളും മൺവെട്ടിയും പച്ചക്കറി വിത്തുകളും നൽകി. ഭൂമിയുടെ ആധാരം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കൈമാറി. നാടകവേദിയിലെ 1ാം സമ്മാനം എനിക്ക് കിട്ടിയതിൽ അതേ സന്തോഷമുണ്ട്. അത് 5 സെന്റ് പറഞ്ഞത് അവർ 6 സെന്റ് തന്നു. അത് റോഡുണ്ട്, നല്ല സ്ഥലം, പാറയെന്നുള്ള നല്ല മണ്ണിലെ നല്ല സ്ഥലമാണ്. 2ാം സമ്മാനമായി കറവ പശുവിനെ ലഭിച്ചത് അതിഥി തൊഴിലാളിക്കാണ്. ചടങ്ങിൽ JC ഡാനിയൽ എക്സലൻസി പുരസ്കാരം നേടിയ രാമചന്ദ്രൻ തുരുത്തിക്കും പ്രേം നസീർ കർമ്മസേവന കലാരത്ന പുരസ്കാരം നേടിയ ഡാൻസ് മാസ്റ്റർ ബാബു പീലിക്കോടിനും ഉപഹാരങ്ങൾ നൽകി. പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 18 ചെറുവത്തൂർ. ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ കൂറ്റൻ ചിത്രം വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഒരു യുവാവ്. മലപ്പുറം കീഴ്ശ്ശേരി തൃപ്പനഞ്ചി സ്വദേശി ആഷിഖ് സബീലാണ് ഈ വേറിട്ട നേട്ടം സ്വന്തമാക്കിയത്. ഖത്തർ ഫിഫ വേൾഡ് കപ്പിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായാണ് കടുത്ത മെസ്സി ആരാധകനായ ആഷിഖ സബീൽ ലയണൽ മെസ്സിയുടെ കൂറ്റൻ ചിത്രം വരച്ചത്. കീഴ്ശ്ശേരിയിലെ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഹാളിൽ ഈ മെസ്സി ചിത്രം വരച്ച് ഫുട്ബോൾ ആരാധകരുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ചിത്രം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. മെസ്സിയുടെ ഏറ്റവും വലിയ ചിത്രം വരച്ചു എന്ന അംഗീകാരമാണ് ഈ കലാകാരനെ തേടിയെത്തിയത്. കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു റെക്കോർഡ് ഹോൾഡർ ആവാനുള്ളത്. ഏകദേശം ലയണൽ മെസ്സിയുടെ 1319 സ്ക്വയർ ഫീറ്റുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മെസ്സിന്റെ ഫോട്ടോ വരച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള ചിത്രത്തിന് 1319 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. 984 A3 പേപ്പറുകൾ ഉപയോഗിച്ച് അക്രിലിക് പെയിന്റിംഗിലൂടെയാണ് ചിത്രം നിർമ്മിച്ചത്. മുംബൈയിൽ ഡ്രാഫ്റ്റ്മാൻ വിദ്യാർത്ഥിയാണ് ആഷിഖ് സബീൽ. ന്യൂസ് 18 തിരൂർ. കാർഷിക കേരളം. കോതമംഗലം ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു. 40,000 രൂപയോളം ചെലവ് വരുന്ന പദ്ധതിയാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സ്കൂളിൽ നടപ്പിലാക്കിയത്. കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുക, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, വീട്ടുമുറ്റത്ത് പച്ചക്കറി കൃഷി നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പദ്ധതി ആരംഭിച്ചത്. സ്കൂൾ മാനേജർ റവ്നൻ ഡോക്ടർ തോമസ് പോത്തനാമുഴി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വിളയൂരിന്റെ മണ്ണിലും സൂര്യകാന്തി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പേരടിയൂർ സ്വദേശി നളന്തപുരം മോഹൻദാസ്. 65 സെന്റ് സ്ഥലത്താണ് സൂര്യകാന്തി കൃഷി. കൃഷിഭവന്റെ സഹകരണത്തോടെയായിരുന്നു പൂക്കൃഷി. വിളയൂർ പേരടിയൂരിലെ നളന്ത കൺവെൻഷൻ സെന്ററിനോട് ചേർന്ന് മൊട്ടക്കുന്നായി കിടന്നിരുന്ന 1.5 ഏക്കർ സ്ഥലത്തെ 65 സെന്റിലാണ് സൂര്യകാന്തി കൃഷി ഇറക്കിയത്. പേരടിയൂർ നളന്തപുരത്തെ മോഹൻദാസിന്റെ സൂര്യകാന്തി പൂക്കൃഷി വിളവെടുപ്പിനൊരുങ്ങി. ഹൈദരാബാദിൽ നിന്നാണ് സൂര്യകാന്തി വിത്ത് കൊണ്ടുവന്നത്. 60 ദിവസത്തിനകം പൂവിടുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കകം വിളവെടുപ്പ് നടത്താം. പുലാമന്തോളിൽ സൂര്യകാന്തി പൂക്കൃഷി ചെയ്ത് വിജയം നേടിയ കർഷകൻ ശശിയുടെ മേൽനോട്ടത്തിലാണ് കൃഷി നടത്തിയത്. വിളയൂർ കൃഷിഭവന്റെ സഹകരണവും സഹായവും ലഭ്യമായി. വിത്ത് കൊടുന്ന സൂര്യകാന്തി മാത്രം 65 സെന്റ്, പിന്നെ ബാക്കി 65 സെന്റിൽ 50 ഫ്രൂട്ട്സിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി, പിന്നെ കുറേ തെങ്ങ്, വാഴ, നേന്ത്രവാഴയൊക്കെ, അതെല്ലാം എന്താണ് പുതിയതെന്ന് പറയാൻ പറ്റില്ല. എന്നൊക്കെ സ്വർണ്ണമുഖി, കദളി കിട്ടിയതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്ക്
കൂടുതൽ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് സ്ഥലം ഒഴിവാക്കി. ഫലവൃക്ഷങ്ങളുടെ കൃഷിയും മോഹൻദാസ് നടത്തുന്നുണ്ട്. ഭാര്യ സുധാറാണിയും മക്കളായ പ്രൊഫസർ ജിതിനും നിധിനും മിഥുനും കൃഷിക്ക് ആവശ്യമായ സഹായവുമായി ഒപ്പമുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് 65 സെന്റ് സ്ഥലത്ത് കൃഷി ഇറക്കിയത്. സൂര്യകാന്തി പൂന്തോട്ടം നാട്ടുകാർക്ക് കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ വിളയൂരും പൂത്തു എന്ന് പറയാനാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം വിളയൂർ എല്ലാം കൊണ്ടും മേന്മയാണ്. കാരണം കൃഷിയാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇതേപോലെയുള്ള നല്ല നാട്ടുകാരാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനും കൂടിയുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടുന്നത്. വിദേശത്തായിരുന്ന മോഹൻദാസ് 1.5 വർഷമായി നാട്ടിൽ വിവിധ തരം പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. ഫലവൃക്ഷങ്ങളിൽ നിന്നുള്ള വിളവെടുപ്പ് ഉടൻ ആരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മോഹൻദാസും കുടുംബവും. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.